മേക്കിംഗ് സാമ്പിൾസ് ഓഫ് നെക്ക് എഡ്ജ് ഫിനിഷിംഗ് എന്ന ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സെഷൻ്റെ അവസാനം ഫേസിംഗ്, ബൈൻഡിംഗ് എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യാൻ കഴിയും. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്: ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീൻ ഒരെണ്ണം, അയൺ ബോക്സ് ഒരെണ്ണം, ഹാൻഡ് നീഡിൽ ഒരെണ്ണം, സിസേഴ്സ് ഒരെണ്ണം, ഡ്രസ് മേക്കർ സ്പിൻ ഒരു ബോക്സ്, ലോങ് ക്ലോത്ത് ഓർ പോപ്ലിൻ 1 മീറ്റർ, സൂയിങ് ത്രെഡ് ഒരെണ്ണം. ബൈൻഡിംഗ്: വർക്കിംഗ് മെത്തേഡ് ഓഫ് സിംഗിൾ ലെയർ ബൈൻഡിംഗ്. സിംഗിൾ ലെയർ ബൈൻഡിംഗ് കട്ടിനു വേണ്ടി നമ്മൾ ബൈൻഡിംഗ് കട്ട് ചെയ്യണം. അത് 4 times ഡിസൈർഡ് ഫിനിഷ്ഡ് വിഡ്ത്ത് കൂടാതെ നെക്ക് സീം ലൈൻ ലെങ്ത്തിന് +5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. സിപ്പർ ഓപ്പൺ ചെയ്ത് ബൈൻഡിംഗ് ഗാർമെന്റിന്റെ മേലെ വെക്കണം. 2 റൈറ്റ് സൈഡ്സും പരസ്പരം ഫേസ് ചെയ്ത് ഇരിക്കണം. നെക്ക് സൈസ് കറക്റ്റായിട്ട് മാച്ച് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ബൈൻഡിംഗ് ഗാർമെന്റ്സിന് സ്റ്റിച്ച് ചെയ്ത് സീം ലൈൻ ഫോളോ ചെയ്യണം. പിൻസ് റിമൂവ് ചെയ്തതിനു ശേഷം എക്സസ് ബൈൻഡിംഗ് എൻഡ്സ് 1 സെന്റിമീറ്ററിൽ ട്രിം ചെയ്യണം. ബ്ലൈൻഡിംഗ് എൻഡ്സ് പ്ലാക്കറ്റ് എഡ്ജസുമായിട്ട് ഈവണായിട്ട് ഫോൾഡ് ചെയ്യണം. കോർണേഴ്സ് ട്രിം ചെയ്യണം. ബൈൻഡിംഗ് സീം അലവൻസിന്റെ മേലെ പോയി ഗാർമെന്റ്സിന്റെ ഇൻസൈഡിൽ നമ്മൾ വയ്ക്കണം. ബൈൻഡിങ്ങിന്റെ റോ എഡ്ജ് നമ്മൾ സീം ലൈനിലേക്ക് ഫോൾഡ് ചെയ്യണം. അതിനുശേഷം അത് പിൻ ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് അവസാനിക്കും. ഇൻസൈഡിൽ നിന്ന് നെക്ക് എഡ്ജ് പ്രസ് ചെയ്യുക. സിപ്പർ ക്ലോസ് ചെയ്ത് ഫാസ്റ്റനർ അറ്റാച്ച് ചെയ്യുക. ബൈൻഡിംഗ്: വർക്കിംഗ് മെത്തേഡ് ഓഫ് ഡബിൾ ലെയർ ബൈൻഡിംഗ്. ഡബിൾ ലെയർ ബൈൻഡിങ്ങിന് സിംഗിൾ ലെയർ ബൈൻഡിംഗ് സൈസിന്റെ ഡബിൾ ഉള്ള രീതിയിൽ സ്ട്രിപ്പ് കട്ട് ചെയ്യണം. സിപ്പർ ഓപ്പൺ ചെയ്യുക. റൈറ്റ് സൈഡ്സ് ഒന്നായിട്ട് വരുന്ന രീതിയിൽ ബൈൻഡിംഗ് പിൻ ചെയ്യുക. ബൈൻഡിങ്ങിന്റെ മേലെ സ്റ്റിച്ച് ചെയ്ത് ഗാർമെന്റും സീം ലൈനിനെ ഫോളോ ചെയ്യണം. അതിനുശേഷം പിൻസ് റിമൂവ് ചെയ്യണം. എൻസിലുള്ള എക്സസ് ആയിട്ടുള്ള ബൈൻഡിങ്സ് 1 സെന്റിമീറ്ററിൽ ട്രിം ചെയ്യണം. ബൈൻഡിംഗ് എൻഡ്സും പ്ലാക്കറ്റ് എഡ്ജസുമായിട്ട് ഈവണായിട്ട് ഫോൾഡ് ചെയ്യണം. സീം അലവൻസസ് ക്രോസ് ചെയ്ത് കോർണേഴ്സ് ട്രിം ചെയ്യണം. ബൈൻഡിംഗ് സീം അലവൻസസിന്റെ മേലെ കൊണ്ടുപോയി ഗാർമെന്റിന്റെ ഇൻസൈഡിൽ വെക്കണം. അതിനുശേഷം അത് പിൻ ചെയ്യുക. ബൈൻഡിങ്ങിന്റെ ഫോൾഡഡ് എഡ്ജ് ഗാർമെന്റുമായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അതിന്റെ എൻഡ്സ് ക്ലോസ് ചെയ്യണം. അതിനുശേഷം അത് നെക്ക് സീം ലൈനുമായിട്ട് ഫുള്ളായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അകത്തുനിന്ന് നെക്ക് എഡ്ജ് പ്രസ് ചെയ്യുക. അതിനുശേഷം സിപ്പർ ക്ലോസ് ചെയ്ത് ഫാസ്റ്റനേഴ്സ് അറ്റാച്ച് ചെയ്യുക. ഫേസിംഗ്: ഫേസിംഗ് എന്നാൽ റോ എഡ്ജ് ഫിനിഷിംഗ് ചെയ്യാൻ ഒരു ഫാബ്രിക് പീസ് എടുത്ത് അത് ഗാർമെന്റിന്റെ റോങ് സൈഡിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ബയാസ് ഫേസിംഗ് ഒപ്പം ഷേപ്ഡ് ഫേസിംഗ്, ഇങ്ങനെ 2 രീതികൾ ഇതിൽ ഉണ്ട്. ഫേസിംഗ് ഒരു ഗാർമെന്റിൽ ആഡ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് പാറ്റേൺ പീസും ആയിരിക്കാം, അല്ലെങ്കിൽ പാറ്റേൺ പീസിന്റെ എക്സ്റ്റൻഷനും ആയിരിക്കാം. നമ്മൾ അതേ ഗ്രെയിനിൽ തന്നെയാണ് ഫേസിംഗ് കട്ട് ചെയ്യേണ്ടത്. അപ്പോഴേ ഗാർമെന്റ് സെക്ഷൻ ഫേസ് ആകൂ. അതിലൂടെ ഇത് വിയർ ആൻഡ് ഹാങ് ചെയ്യാനും കാണാനും ഒരേപോലെ ഉണ്ടാവും. നമ്മൾ എങ്ങനെ ഫേസിങ്ങിനെ ഗാർമെന്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് അതിന്റെ ലുക്ക് ഹോം മെയ്ഡ് ആണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണോ എന്ന് മനസ്സിലാവുക. നമ്മുടെ ഗാർമെന്റ്സ് ഫേസിങ്ങുമായിട്ട് ആഡ് ചെയ്യാൻ ചില സ്റ്റാൻഡേർഡ്സ് നൽകിയിട്ടുണ്ട്. ഫേസിംഗ് നിർബന്ധമായിട്ടും സ്മൂത്ത് ആയിട്ട് ഫിറ്റ് ആവണം. സീം ആൻഡ് ഫേസിംഗ് രണ്ടും തന്നെ ഫിനിഷ്ഡ് ഗാർമെന്റിന്റെ ഔട്ട്സൈഡിൽ ഒരു കാരണവശാലും വിസിബിൾ ആവാൻ പാടില്ല. ഫേസിങ്ങിന്റെ എഡ്ജ് ഫേസ്ഡ് ആയിട്ട് ഇരിക്കണം എന്നതുകൊണ്ട് ഫേസിങ്ങിന്റെ ഷേപ്പ് ആൻഡ് ഗ്രെയിൻ ഒരേപോലെ ഉണ്ടാവണം. ഫേസിംഗ് ഉറപ്പായിട്ടും ഫ്ലാറ്റ്, സ്മൂത്ത് ആൻഡ് ഫ്രീ ഫ്രം ബൾക്ക് ആയിരിക്കണം. ബൾക്ക് കുറയ്ക്കുവാൻ വേണ്ടി
സീം അലവൻസസ് ഗ്രേഡ് ചെയ്യാം. അഥവാ ജോയിന്റ് സീംസ് കാരണം ബൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ എക്സസ് സീം ഫാബ്രിക് ട്രിം അല്ലെങ്കിൽ നോച്ച് ചെയ്യണം. അപ്പോൾ മാത്രമേ സ്മൂത്ത് ഔട്ടർ അപ്പിയറൻസ് ഉണ്ടാവൂ. ഫേസിംഗിന്റെ ഔട്ടർ എഡ്ജസ് നല്ല ഫിനിഷിംഗിൽ തന്നെ ആയിരിക്കണം. കറക്റ്റായിട്ടുള്ള ഫിനിഷിംഗ് ചൂസ് ചെയ്യുക. റാവലിംഗ് അല്ലെങ്കിൽ കർലിംഗ് പ്രിവെന്റ് ചെയ്യാൻ ഫാബ്രിക്കിന്റെ ആ ഫിനിഷിംഗ് വളരെ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഈ ഫിനിഷ് ഒരു ടേൺഡ് അണ്ടർ എഡ്ജ്, ഒരു സിക്സാഗ് അല്ലെങ്കിൽ ഒരു ഓവർലോക്ക്ഡ് സ്റ്റിച്ച്ഡ് എഡ്ജ് എന്ന് സിമ്പിളായിട്ടും ഇരിക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫാബ്രിക് അഥവാ നിട്ടായിട്ടാണുള്ളതെങ്കിൽ അത് റേവൽ ആകാതെ ഇരിക്കണം. അല്ലെങ്കിൽ ഗാർമെന്റ് ഉറപ്പായിട്ടും ലൈൻഡ് ആയിരിക്കും. അപ്പോ ഫേസിംഗിന്റെ എഡ്ജസ് നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സീം അലവൻസ് ഒരേ പ്ലേസിൽ ഹോൾഡ് ചെയ്യുവാൻ ഫേസിംഗ് ഉറപ്പായിട്ടും സീം ഓഫ് ദ ഫേസിംഗിൽ നിന്നും 1/8 ഇഞ്ചസ് അണ്ടർ സ്റ്റിച്ചഡ് ആയിരിക്കണം. ഈ ഫേസിംഗ് ഷോൾഡർ സീംസ് വരെ ഉറപ്പായിട്ടും ടാഗ് ചെയ്തിരിക്കണം. ഫേസിംഗ് ടാഗ് ഡൗൺ ചെയ്യുവാൻ ഷോൾഡർ സീംസിന്റെ താഴെ ഫേസിംഗ് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഷോൾഡർ സീംസിന്റെ ഡിച്ചിൽ സ്റ്റിച്ച് ചെയ്യുക. ഫേസിംഗിൽ ഉറപ്പായിട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇന്റർഫേസിംഗ് ഫാബ്രിക്കിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഏത് ടൈപ്പ് ഓഫ് ഇന്റർഫേസിംഗ് യൂസ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചാണ് ടൈപ്പ് ഓഫ് ഫാബ്രിക്കും യൂസ് ചെയ്യുക. ഷേപ്പ്ഡ് ഫേസിംഗ്. ഷേപ്പ്ഡ് ഫേസിംഗ് എന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് പീസ് ഓഫ് ഫാബ്രിക് ഒരു പാറ്റേണിൽ നിന്ന് അതേ ഷേപ്പ് അല്ലെങ്കിൽ അതേ ഗ്രെയിനിൽ കട്ട് ചെയ്യും. അപ്പോൾ മാത്രമേ ഇത് ഗാർമെന്റിന്റെ എഡ്ജിന് ഒരു നല്ല ഫിനിഷിംഗ് കൊടുക്കൂ. ഏതൊരു സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുന്നേയും ഇന്റർഫേസിംഗ് ഫാബ്രിക്കിന്റെ ഫേസിംഗ് പീസിൽ നമ്മൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. വൺസ് ഈ ഇന്റർഫേസിംഗ് അപ്ലൈ ചെയ്തതിന് ശേഷം നെക്ക് ലൈനിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പീസസിന് സ്റ്റേ സ്റ്റിച്ച് ചെയ്യണം. വർക്കിംഗ് മെത്തഡ് ഓഫ് ഷേപ്പ്ഡ് ഫേസിംഗ്. ഫിനിഷ് ചെയ്യുന്നതിനായി എഡ്ജിന്റെ ഷേപ്പ് ഡ്രോ ചെയ്യണം. നെക്ക് ഔട്ട്ലൈൻ ഉപയോഗിച്ച് അതിന്റെ ബേസ് മെഷർ, അതായത് 5 സെന്റിമീറ്റർ ഓൾ റൗണ്ട് ഷേപ്പ്ഡ് നെക്ക് ലൈൻ ആയിട്ട് വെച്ചതിന് ശേഷം ഫേസിംഗ് പീസ് പാറ്റേൺ ഡ്രോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. പാറ്റേൺ യൂസ് ചെയ്ത് റിമൈനിങ് ഫാബ്രിക്കിൽ ഉള്ള ഫേസിംഗ് പീസ് കട്ട് ചെയ്യുക. ഫേസിംഗിനെ ഗാർമെന്റ് നെക്ക് ലൈനിന്റെ മേലെ വെച്ച് റൈറ്റ് സൈഡ് ഫേസിംഗുമായിട്ട് ഒന്നിച്ചു വെക്കുക. ശേഷം അത് പിൻ ചെയ്യുക. അതിനുശേഷം അത് ടാഗ് ചെയ്യുക. സിപ്പർ ഓൾറെഡി ഇൻസേർട്ടഡ് ആണെങ്കിൽ സിപ്പർ ഓപ്പൺ ചെയ്ത് ഫേസിംഗിന്റെ എൻഡ്സ് ഇൻസൈഡിലേക്ക് കൊണ്ടുവന്ന് അത് സിപ്പറിന്റെ അറൗണ്ട് ആയിട്ട് റാപ്പ് ചെയ്യുക. ഗാർമെന്റിന് ഹാഫ് ട്രാക്ക് ഫേസിംഗ് ചെയ്തിട്ട് അത് നെക്ക് സീം ലൈനിന് ഫോളോ ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. അഥവാ സിപ്പർ ഇൻസേർട്ട് ചെയ്തില്ലെങ്കിൽ രണ്ട് ഫേസിംഗിൽ ഉള്ള സെന്റർ ബാക്ക് സീം അലവൻസ് കൊണ്ട് നമുക്ക് ഗാർമെന്റ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് അത് പൊസിഷനിൽ ഒന്നായിട്ട് വെച്ചതിന് ശേഷം പിൻ ആൻഡ് ടാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിത് ഒന്നായിട്ട് ചെയ്യാൻ പറ്റൂ. ഫേസിംഗ് സൈഡ്സ് മേലെ വെച്ച് ഗാർമെന്റ് നെക്ക് സീം ലൈനിനെ ഫോളോ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് എൻഡ്സും സ്ട്രെങ്തൻ ചെയ്യണം. ശേഷം ടാക്കിംഗ് റിമൂവ് ചെയ്യണം. പെർഫെക്റ്റ് നെക്ക് ഷേപ്പ് ഉണ്ടാവാൻ വേണ്ടി സീം അലവൻസസ് ട്രിം ചെയ്ത് അത് കട്ട് ചെയ്യുക. ഫേസിംഗ് ഗാർമെന്റിന് ഇൻസൈഡ് ആയിട്ട് ടേൺ ചെയ്ത് സെന്റർ ഫ്രണ്ട് അല്ലെങ്കിൽ സെന്റർ ബാക്ക് ഓഫ് ദ ഫേസിംഗിന് ഗാർമെന്റിന്റെ കറക്റ്റ് ഷേപ്പുമായിട്ട് കോയിൻസൈഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ശേഷം അത് നിങ്ങൾ പ്രസ് ചെയ്യുക. ഇനി താഴെ തന്നിരിക്കുന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഫേസിംഗിന്റെ മറ്റൊരു എൻഡ് വർക്കൗട്ട് ചെയ്യുക. 1. Turned and stitched. 2. Stitched and pinked. എൻഡ്സ് അണ്ടറിൽ ഫോൾഡ് ചെയ്തിട്ട് റോ ഓഫ് മെഷീനിങ് സ്റ്റിച്ച് ചെയ്താലേ നെക്ക് ലൈൻ ഫേസിംഗ് ഫിനിഷ് ചെയ്യാൻ സാധിക്കൂ. റീക്യാപ്പ്. ഈ സെഷനിൽ നിങ്ങൾ പഠിച്ചത് ഫേസിംഗ്, ബൈൻഡിംഗ് എന്നിവ ഉപയോഗിച്ച് നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യുക എന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന്. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.